ഫോർത്ത് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 2024ലും 23ലും 22ലും ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കുക. കൂടുതൽ ആളുകൾ കാണുന്നതിലൂടെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. From the following information, compute the income of a tonnage tax company. The net tonnage of ship 1 is 27,749 ton, 400 kilogram. Ship 2 16,750 ton, 500 kilogram. Then second one, ship run for 365 days during the previous year and ship 2 for 150 days during the previous year. Okay, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുള്ളതും ഇത് മാത്രമാണ് അതിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ നമ്മൾ പ്രോബ്ലം ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് ടണേജ് ഷിപ്പ് 1ന്റെയും അതേപോലെ ഷിപ്പ് 2 ഇത് രണ്ടും ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതായത് നെറ്റ് ടണേജ് എന്ന് പറയുന്നത് ഷിപ്പ് 1ന്റെ കേസിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 27,749 ആൻഡ് എന്താണ് 49 ടൺസ് ആൻഡ് 400 കിലോഗ്രാം എന്നാണ് തന്നത്. ഓക്കെ, ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിലോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. കിലോഗ്രാം കാണിക്കൂല. അതേപോലെ തന്നെ നിയറസ്റ്റ് 100ലേക്ക് ഇതിനെ എന്ത് ചെയ്യണം? നിയറസ്റ്റ് 100ന്റെ മൾട്ടിപ്പിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും വേണം. അതായത് ഇവിടെ എന്ത് വരും? 27,700 എന്നതിലേക്ക് മാറ്റും. 49 എന്നുള്ളതിൽ നിയറസ്റ്റ് 100ലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നു. ഇനി ഷിപ്പ് 2ന്റെ കേസിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 16,750 ടൺസ് ആൻഡ് എന്താണ്? ആൻഡ് 500 കിലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ കിലോഗ്രാമിനെ ഒഴിവാക്കുന്നു. അപ്പൊ ഇവിടെ 16,750 ആണ്. ഇതിനെ നിയറസ്റ്റ് 100ന്റെ മൾട്ടിപ്പിളിലേക്ക് നമ്മൾ മാറ്റുന്നു. അതായത് 16,800 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ രണ്ട് എമൗണ്ട് കോളം കൊടുക്കുന്നു. ഷിപ്പ് 1ഉം അതേപോലെ ഷിപ്പ് 2ഉം രണ്ട് ഷിപ്പാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനിയുടെ കേസിൽ ഒരു ലിമിറ്റ് പഠിക്കുന്നുണ്ട്. ആ ലിമിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആദ്യം കാൽക്കുലേഷൻ നടന്നത്. അതായത് ഫസ്റ്റ് 1000 ടണേജിന്റെ കേസിൽ ഫോർ ഈച്ച് 100 എത്രയാണ് റേറ്റ് വരുന്നത്? 70 ആണ് റേറ്റ് വരുന്നത്. അറ്റ് 70 ആണ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഈ ടണേജിന്റെ ആദ്യത്തെ 1000 ഈ 1000ല് നമുക്ക് ഓരോ 100നും റേറ്റ് വരുന്നത് എത്രയാണ്? ഓരോ 100 ഈച്ച് ടണ്ണിനും നമുക്ക് റേറ്റ് വരുന്നത് ഇവിടെ 70 ആണ്. അപ്പൊ ഇവിടെ 1000 ഡിവൈഡ് ബൈ 100 നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പൊ ഈ ഇവിടെ ഷിപ്പ് 1ന്റെയും ഷിപ്പ് 2ന്റെ കേസിലും 1000 എന്തായാലും ഉണ്ട്. അതായത് 27,000 16,000 വരുന്നുണ്ട്. അപ്പൊ അതിലുള്ള ആദ്യത്തെ 1000ന് നമ്മൾ എടുക്കുക എത്രയാണ്? 70 ഇൻറ്റു എന്ത് വരും? 10 വരും. അതായത് ഇവിടെ എന്ത് വരും? 700 എന്ന് കിട്ടും. ഇവിടെയും നമുക്ക് 700 എന്ന് കിട്ടും. ഇവിടെ ടണേജ് ഇൻവേഴ്സ് ഫസ്റ്റ് 1000ന്റെ വരുന്ന എത്രയാണ്? 700 ഷിപ്പ് 1ല് വരും. ഷിപ്പിംഗ് കമ്പനിയുടെ കേസിൽ ഫസ്റ്റ് ലിമിറ്റ് ആണ് ഫസ്റ്റ് 1000 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് 9000 ആണ്. അത് നെക്സ്റ്റ് ലിമിറ്റ് വരുന്നത് എക്സീഡിങ് 1000 ബട്ട് നോട്ട് എക്സീഡിങ് എന്താണ്? 10,000 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് അടുത്ത 10,000 വരെയുള്ളത് എന്ന് പറഞ്ഞാൽ 9,000 ആണ്. ഇതിന് റേറ്റ് വരുന്നത് അടുത്ത 9,000ന് റേറ്റ് വരുന്നത് എത്രയാണ്? 53 ആണ് റേറ്റ് വരുന്നത്. അതായത് 9,000 ഇത് ഓരോ 100 ടണ്ണിന്റെ റേറ്റ് ആണ്. അപ്പൊ അത് നമ്മളെ 9,000 ഡിവൈഡ് ബൈ 100 നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടാൽ എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 53 ഇൻറ്റു 90 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? 4,770 എന്ന് കിട്ടും. 4,770 രണ്ടിലും കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തേല് 27,749 അതായത് 27,700 ആണ്.
അതിൽ 10,000 എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഇവിടെ അതിന്റെ വർക്കൗട്ട് ചെയ്തു. ഇനി എത്ര ബാലൻസ് ഉണ്ട്? 17,700. രണ്ടാമത്തതിൽ ഇനി ബാലൻസ് ഉള്ളത് 6,800 ആണ്. ഓക്കെ, അതായത് നമ്മുടെ അടുത്ത ലിമിറ്റ് വരുന്നത് എന്താണ്? അടുത്ത ലിമിറ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് എന്താണ്? 15,000 ആണ് വരുന്നത്. അതായത് 15,000 എന്ന് പറഞ്ഞാല് 10,000 എബോവ് നോട്ട് എക്സീഡിങ് 25,000 ആണ്. അപ്പൊ ഇവിടെ 15,000 എന്ന് പറയുന്നത് ഇതിൽ മാത്രമേ വരും. ഇവിടെ 17,700 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മാത്രം ജസ്റ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് റേറ്റ് വരുന്നത് 42 ആണ്. ഓരോ 100 ടണ്ണിനും 42 ആണ്. ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 150 എന്ന് കിട്ടും. അതായത് 42 ഇൻറ്റു 150. ഇവിടെ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6,300 കിട്ടും. അതായത് ഷിപ്പ് 1ൽ മാത്രമേ ഉള്ളൂ. ഷിപ്പ് 1ൽ മാത്രമേ 17,700 വരുന്നുള്ളൂ. ഇവിടെ 6,800 ആണ്. അതിനെ സെപ്പറേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബാലൻസ് അവിടെ 6,800 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് സെപ്പറേറ്റ് കാണുമ്പോൾ 42. അതായത് 42 ഇൻറ്റു ഇവിടെ എന്ത് വരും? 6,800 ഡിവൈഡ് ബൈ 100 നേരത്തെ ചെയ്ത പോലെ തന്നെ 68 കിട്ടും. ഇൻറ്റു 68 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഷിപ്പ് 2ന്റെ കോളത്തിൽ അവിടെ എമൗണ്ട് എത്ര കിട്ടും? 2,856 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഷിപ്പ് 2ന്റെ കേസിലുള്ള ടെനേജിന്റെ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. ഇനി ബാലൻസ് വരുന്ന ഇവിടെ എത്രയാണ്? 2,700 ഇതിൽ വരുന്നുണ്ട്. അതിൽ ഷിപ്പ് 1ൽ വരുന്നുണ്ട്. ഓക്കെ, ബാലൻസ് 2,700 ഷിപ്പ് 1ന്റെ കേസിൽ വരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 29 ആണ് റേറ്റ് വരുന്നത്. അതായത് ഇവിടെ 2,700 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ 27 എന്ന് കിട്ടും. അതായത് 29 ഇൻറ്റു 27 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 783 എന്ന് എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ഷിപ്പ് 1ന്റെയും ഷിപ്പ് 2ന്റെയും നമ്മൾ എല്ലാം കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഇതിനെ ജസ്റ്റ് ടോട്ടൽ ചെയ്യാം. അപ്പൊ ഇവിടെ 12,553 എന്ന് കിട്ടും. ഇവിടെ 8,826 എന്ന് കിട്ടും ടോട്ടൽ. ഓക്കെ, അപ്പൊ ഇത് ഡെയിലി ടെനേജ് ആണ് വരുന്നത്, ഇൻവേർഡ് ആണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഷിപ്പ് 1 365 ഡേയ്സും അതേപോലെ ഷിപ്പ് 2 എത്രയാണ്? ഷിപ്പ് 2 വരുന്നത് 150 ഡേയ്സുമാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അത് റൺ ചെയ്യുന്നത്, ഷിപ്പ് റൺ ചെയ്യുന്നത് 365 ഡേയ്സ് ആണ് ഷിപ്പ് 1 റൺ ചെയ്യുന്നത്. ഷിപ്പ് 2 റൺ ചെയ്യുന്നത് 150 ഡേയ്സ് ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ജസ്റ്റ് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ഡെയിലി ആണ് വരുന്നത്. ഇത് തന്നിരിക്കുന്നത് ഡെയിലി ടെനേജ് ഇൻകം ആണ് വരുന്നത്. ഡെയിലി ടെനേജ് ഇൻകം. അപ്പൊ ഡീംഡ് ഇൻകം എന്നും പറഞ്ഞുകൊണ്ട് ടോട്ടലി ഷിപ്പ് 1ന്റെ വരുന്നത് എത്രയാണ്? ഷിപ്പ് 1ന്റെ വരിക 12,553 ഇൻറ്റു 365. ഷിപ്പ് 2 വരുന്നത് എത്രയാണ്? 8,326 ഇൻറ്റു 150. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 45,81,845 എന്ന് കിട്ടും. ഇവിടെ 12,48,900 എന്ന് കിട്ടും. അതായത് 12,48,900. ഇതിനെ രണ്ടിനെയും ടോട്ടൽ ചെയ്യാം. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. 58,30,745 എന്ന് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഷിപ്പിംഗ് കമ്പനിയുടെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടൺസ് തന്നു കഴിഞ്ഞാൽ നിയറസ്റ്റ് 100ന്റെ മൾട്ടിപ്പിളിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതേപോലെ കിലോഗ്രാമിന് നമ്മൾ എടുക്കില്ല, അതിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ നെറ്റ് ടണേജ് നമ്മൾ ആദ്യം മാറ്റി കൊടുക്കുന്നു. അതാണ് ഇവിടെ രണ്ടും കൊടുത്തത്. പിന്നെ ഷിപ്പ് 1ന്റെയും ഷിപ്പ് 2ന്റെയും ഡെയിലി ടണേജ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ലിമിറ്റ് നമ്മൾ അറിയണം. അതായത് ഫസ്റ്റ് ടണേജിന് റേറ്റ് വരുന്നത് 70 ആണ്. നെക്സ്റ്റ് എന്താണ്? 9,000ന് വരുന്നത് എത്രയാണ്? 53 ആണ്. നെക്സ്റ്റ് 15,000 42 ആണ്. ദെൻ നെക്സ്റ്റ് ബാലൻസിന് വരുന്നത് 29 ആണ്. ഇതേ രീതിയിലുള്ള ആ ഒരു റേറ്റ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ.